PT-കൾ പലതരം ഉണ്ടെന്ന് അറിയാമല്ലോ. അതിലുണ്ട് PT അക്കാഡമിക്കും PT കോറും. ചിലവർക്കൊക്കെ ഒരു ഐഡിയ കാണും എന്താണ് PT അക്കാഡമിക് കോറും. പക്ഷെ മിക്കവർക്കും ദേ ആർ നോട്ട് ഷുവർ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ PT അക്കാഡമിക് ആൻഡ് കോർ. അതിൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയാണത്? നിങ്ങൾ ഏതൊക്കെ രാജ്യത്ത് എന്തൊക്കെ പർപ്പസിന് വേണ്ടി PT അക്കാഡമിക് എഴുതണം, ഏതിലൊക്കെ PT കോർ എഴുതണം, PT അക്കാഡമിക് കോറും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ ഡൗട്ടുകളും ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. വെൽക്കം ടു PT സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിൽ PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസം ചെയ്യും. അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. വളരെയധികം എഫേർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലോ, എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ, എൻ്റെ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിൽ എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PT അക്കാഡമിക്ക് നിങ്ങൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, UK, USA പോലത്തെ രാജ്യങ്ങളിൽ നിങ്ങൾ പഠിക്കാനാണ് പോണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് PT അക്കാഡമിക്കാണ്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, USA എന്നീ രാജ്യങ്ങളിൽ ജോലിക്ക് പോകണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് PT അക്കാഡമിക്കാണ്. ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡിൽ മൈഗ്രേറ്റ് ചെയ്യാനോ ഫാമിലി മെമ്പേഴ്സിന് ജോയിൻ ചെയ്യാനോ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് PT അക്കാഡമിക്കാണ്. അതേസമയം PT കോർ ആരാണ് എഴുതേണ്ടത്? കാനഡയിലോട്ട് ജോലി, മൈഗ്രേഷൻ, ഫാമിലി മെമ്പേഴ്സിന് ജോയിൻ ചെയ്യാൻ പോകുന്നവരൊക്കെയാണ് PT കോർ എഴുതേണ്ടത്. ഓക്കെ, PT അക്കാഡമിക് ഓൾമോസ്റ്റ് 2 hour ലോങ് ടെസ്റ്റ് ആണ്. അതേസമയം PT കോർ കുറച്ചും കൂടെ ഷോർട്ടാണ്. ഒരു 1 hour 45 minutes, 1 hour 50 minutes ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷയാണ് PT കോർ. PT അക്കാഡമിക്കിൽ 21 ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. 21 ക്വസ്റ്റ്യൻ ടൈപ്സ്. അക്കാഡമിക്കിന്റെ ഫോർമാറ്റ് ക്ലിയർ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചെക്കൗട്ട് ചെയ്താൽ മതി. PT കോറിൽ 20 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് കുറവാണെന്ന് അർത്ഥം. ഏതാണ് ആ ക്വസ്റ്റ്യൻ ടൈപ്പ്? ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി എന്നൊരു ലിസണിംഗിൽ ഒരു ചോദ്യമുണ്ട്. അത് PT അക്കാഡമിക്കിലുണ്ട്. PT കോറിൽ ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി എന്ന് പറഞ്ഞ ചോദ്യമില്ല. അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ വ്യത്യാസം. വ്യത്യാസം തീർന്നോ? ഇല്ല. എല്ലാ മോഡ്യൂളുകളിലും കുഞ്ഞു കുഞ്ഞു വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണത്? സ്പീക്കിങ്ങില് റീറ്റെൽ ലെക്ചർ എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ് PT അക്കാഡമിക്കിലുള്ളത്. അവരൊരു ലെക്ചർ കേൾപ്പിക്കും. അതിലെ മെയിൻ പോയിന്റ്സ് നമ്മൾ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ആൻഡ് അതിന് നമ്മളൊരു ടെംപ്ലേറ്റ് ഉപയോഗിക്കും. അതേസമയം PT കോറിൽ റീറ്റെൽ ലെക്ചർ എന്ന് പറഞ്ഞൊരു ടാസ്ക് അല്ല സ്പീക്കിങ്ങില്. പകരം റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. അവരൊരു സിറ്റുവേഷൻ തരും. നിങ്ങളെ വണ്ടി പങ്ചറായി നിങ്ങൾ റോഡിൽ കിടക്കുകയാണ്. അപ്പം നിങ്ങൾ ആരെ വിളിക്കും, അവരെ വിളിച്ച് എന്തൊക്കെ പറയും എന്നുള്ള കുറച്ച് സിറ്റുവേഷൻസ് തരും. അതിലും ടെംപ്ലേറ്റ് ഉണ്ട്. ഓക്കെ, അടുത്ത വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് മോഡ്യൂളിലെ 2 ചോദ്യങ്ങളാണ്. അതിലൊന്ന് എസ്സേ. PT അക്കാഡമിക്കിൽ എസ്സേ ആണുള്ളത്. അതൊരു 20 മിനിറ്റ് ടൈമുള്ള ഇൻഡിവിജ്വലി ടൈംഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്സേക്ക് മാത്രം 20 മിനിറ്റ് നിങ്ങൾക്ക് തരും പെർ എസ്സേ. അതിനൊരു വേർഡ് ലിമിറ്റ് ഉണ്ട് 200 to 300. 200-ൽ കുറവോ 300-ൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. വേർഡ് കൗണ്ട് അതിൽ കൂടുതലോ കുറവാണെങ്കിൽ മാർക്ക് നഷ്ടപ്പെടും. ഇതാണ് എസ്സേ. അതേസമയം PT കോറിലോട്ട് വരുമ്പോൾ എസ്സേ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇവിടെ ഉള്ളത് റൈറ്റ് ആൻഡ് ഇമെയിൽ ആണ്. ഇവിടെ 20 മിനിറ്റ് ഇല്ല, വെറും 9 മിനിറ്റേ ഉള്ളൂ. ആൻഡ് ദ വേർഡ് ലിമിറ്റ് ഇസ് 80 to 120 വേർഡ്സ്. ഇതാണ് വേർഡ് ലിമിറ്റ്. ഇത് 80-ൽ കുറവോ 120-ൽ കൂടുതലോ ആണെങ്കിൽ മാർക്ക് നഷ്ടപ്പെടും. ആൻഡ് ഫോർച്ചുനേറ്റ്ലി എസ്സേയിലും നമ്മളെ ഇമെയിലിലും ടെംപ്ലേറ്റുകളുണ്ട്. എസ്സേ ടെംപ്ലേറ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഇമെയിലിനെ പറ്റിയുള്ള ടെംപ്ലേറ്റിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിനുശേഷം ഒരു ടാസ്കും കൂടെ ഉണ്ടല്ലോ റൈറ്റിംഗിൽ, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്. അതിലും 2 സ്ഥലത്തും വ്യത്യാസങ്ങളുണ്ട്. PT അക്കാഡമിക്കിൽ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് 10 മിനിറ്റ് ആണ്. PT കോറിലും സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് 10 മിനിറ്റ് ആണ്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ വേർഡ് ലിമിറ്റിലാണ് വ്യത്യാസം. 5 മുതൽ 75 വേർഡ്സിന് ഇടയിലാണ് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ഇൻ PT അക്കാഡമിക് എഴുതേണ്ട. അതേസമയം PT കോറിൽ 25 മുതൽ 50-ൽ കൂടിയാൽ മാർക്ക് നഷ്ടപ്പെടും. 25-ൽ കുറഞ്ഞാൽ മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, ഇങ്ങനത്തെ ഒരു സ്ലൈറ്റ് വ്യത്യാസമുണ്ട്. ഇനിയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും ലിസണിങ്ങിലുള്ള സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ചോദ്യത്തിലാണ്. സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് PT അക്കാഡമിക്കിൽ 10 മിനിറ്റ് ആണ്. അതേസമയം PT കോറിലോട്ട് വരുമ്പോൾ വെറും 8 മിനിറ്റ് ആയിട്ട് ചുരുങ്ങും. വേർഡ് ലിമിറ്റും ചുരുങ്ങും. 50 to 70 വേർഡ്സ് ആണ് സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് ഇൻ PT അക്കാഡമിക്. അതേസമയം PT കോറിലോട്ട് വരുമ്പോൾ അത് 20 മുതൽ 30 വേർഡ്സ് ആണ് വേർഡ് ലിമിറ്റ്. സോ PT അക്കാഡമിക്കിൽ കോറിലും നമുക്ക് ടെംപ്ലേറ്റ്സ് ഉണ്ട്. പക്ഷേ PT അക്കാഡമിക്കിലെ ടെംപ്ലേറ്റ് ഇവിടെ PT കോറിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം PT അക്കാഡമിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെംപ്ലേറ്റ് തന്നെ 10, 20, 30 വേർഡ്സ് എടുക്കും. അതേ സാധനം ഇവിടുത്തെ എഴുതി വെച്ചാൽ ഇവിടെ എന്ത് കണ്ടന്റ് കൊടുക്കാനാണ്. സോ PT കോറിന് കുറച്ചും കൂടെ ഷോർട്ട് ആൻഡ് ആയിട്ടുള്ള വേറെ ഒരു ടെംപ്ലേറ്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഉടനെ തന്നെ PT കോറിന്റെ ആ ടെംപ്ലേറ്റിന്റെ വീഡിയോ ചെയ്യും. സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, റീറ്റെൽ ലെക്ചർ,
ഇതിനെ പറ്റിയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ PT കോറിന്റെ കൂടുതൽ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ PT അക്കാഡമിക് കോറും തമ്മിലുള്ള വ്യത്യാസം, IELTS അക്കാഡമിക് ഇല്ലേ അതിന് സിമിലർ ആണ് PT അക്കാഡമിക്. IELTS ജനറലിന് സിമിലർ ആണ് PT കോർ. ഓക്കെ, അക്കാഡമിയിൽ കൂടുതൽ അക്കാഡമിക് സിറ്റുവേഷൻസ് ആണ് തരുന്നത്. ഹിസ്റ്ററി റിലേറ്റഡ്, സയൻസ് റിലേറ്റഡ് കൂടുതൽ ചോദ്യങ്ങൾ വരും. നിങ്ങൾക്ക് തരുന്ന സിനേറിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ, നിങ്ങളുടെ ജോബ് സ്ഥലത്തൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് സിനേറിയോസ് ആൻഡ് ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അതേസമയം PT കോറിലോട്ടാകുമ്പോൾ കുറച്ചും കൂടെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, അതാണ് essay നമ്മളെ PT അക്കാഡമിക്കിലുള്ളതും പുറത്തോട്ട് വന്നപ്പോൾ അത് ഇമെയിലായിട്ട് വന്നു. ഇമെയിൽ കുറച്ചും കൂടെ പ്രാക്ടിക്കലാണ്, നമ്മൾ റിയൽ വേൾഡ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, സോ ഇതുകൊണ്ട് തന്നെ റിയൽ വേൾഡ് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ PT അക്കാഡമിക്കിനെ കാട്ടിലും ഒരു പടി കുറച്ചും കൂടെ എളുപ്പമാണ് PT കോർ. സോ ഇതാണ് ബേസിക്കലി PT അക്കാഡമിക്കും കോറും തമ്മിലുള്ള വ്യത്യാസം. സോ ഇതാണ് വീഡിയോ. അവസാനം വരെ കണ്ടതിന് നന്ദി. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്ത വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലോ എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ എൻ്റെ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിനായിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. സോ PT റിലേറ്റഡ് കണ്ടന്റുമായിട്ട് 2 ദിവസത്തിനുള്ളിൽ കാണുന്നവരെ ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. വി ആർ ഇൻ ദിസ് ടുഗദർ.